ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ക്രേറ്റയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അതിൻ്റെ ഡെലിവറി ആയിട്ടുള്ള വീഡിയോയും അന്ന് ഞങ്ങൾ കാലിക്കറ്റ് ഒന്ന് പോയിരുന്നു, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വണ്ടി ക്രേറ്റ 2023 ഡീസൽ ബ്ലാക്ക് കളറാണ്. ഞങ്ങൾ ഈ വണ്ടി വാങ്ങിയത് വടകരയിലുള്ള AMG റൊത്താന മോട്ടോഴ്സിൽ നിന്നാണ്. നല്ല സർവീസൊക്കെ ആയിരുന്നു. അവിടെയുള്ള മാനേജർ പ്രവീണാണ് ഞങ്ങൾക്ക് കീ തരുന്നത്. അപ്പോൾ കീ ഒക്കെ മക്കളാണ് വാങ്ങിയത്, മക്കളും ഒക്കെയും കൂടിയും. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ 4 പേരും കേക്കൊക്കെ കട്ട് ചെയ്ത് അതെല്ലാവർക്കും കൊടുത്ത്, പിന്നെ വണ്ടിയുടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കാലിക്കറ്റിലേക്കാണ്. ഇക്ക വന്ന ശേഷം ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കാലിക്കറ്റിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ട് കാലിക്കറ്റ് KFCയിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് KFC കഴിക്കണമെന്ന് ചെറിയൊരാഗ്രഹം, അങ്ങനെ KFCയിലേക്ക് പോവാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും കുറേ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഒരു വണ്ടി ഡെലിവറി ചെയ്യുമ്പം കുറേ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ആഘോഷമാക്കില്ലേ. ഞങ്ങളുടെ 6ാമത്തെ വണ്ടി ആയതുകൊണ്ടാണ് ഇതിന് ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് KFCൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കോഴിക്കോട് ബീച്ചിലൊക്കെ കറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. മോൻ ചെറുതായ സമയത്തായിരുന്നു നമ്മൾ KFCയിലൊക്കെ വന്നത്. പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ പുറത്തൊന്നും ആരും പോക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് വോയിസിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് KFC ഒക്കെ കഴിച്ച് ബീച്ചിലേക്കാണ് നേരെ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ KFC ഒക്കെ കഴിക്കട്ടെ. വണ്ടിയിൽ നിന്ന് ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ സോങ് ഒക്കെ വെച്ചിട്ടല്ലേ പോവുക, അപ്പം കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് മ്യൂട്ട് ആക്കിയത്. അപ്പോൾ നമ്മൾ നേരെ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റ് ബീച്ചിൽ 1 മണിയായാലും ആൾക്കാർ സജീവമായിട്ടുണ്ടാവും. നല്ല തിരക്കാണ് കേട്ടോ റോട്ടിലൊക്കെ. ഇവിടെ നിന്ന് കുട്ടികളൊക്കെ കുറച്ച് കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏകദേശം 12 മണിയോട് അടുത്തിട്ടുണ്ടാവും. ഇതുണ്ടല്ലേ, ഇപ്പോഴും നല്ല ക്രൗഡാണ് കാലിക്കറ്റ് ബീച്ച്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് ക്രൗഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഇവർക്ക് ഇവിടുന്ന് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് കുറച്ച് കളിച്ച് അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുട്ടികൾക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ. പകലത്തെ ആ ചൂടും ഇതൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് അവർ കളിച്ച്, പിന്നെ നമ്മളിവിടുന്ന് നമ്മുടെ നാടായ കൊയിലാണ്ടിയിലേക്ക് പോവാന്ന്. കൊയിലാണ്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇവിടുന്ന് കുട്ടികളൊക്കെ കുറച്ച് കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്.
ഇപ്പം മുത്താമ്പി കഴിഞ്ഞ് ഇനി വൈദ്യരങ്ങാടിയാണ്. വൈദ്യരങ്ങാടിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിലേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വ്ളോഗിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുറേ ആയി ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വീഡിയോസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ക്രേറ്റ 2023 ഡീസലാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ്. ബാക്കിയൊന്നും എനിക്കറിയില്ല വണ്ടീനെ പറ്റിയിട്ട്. അതൊക്കെ നിങ്ങൾ റിവ്യൂസൊക്കെ ചെയ്യുന്ന ചാനലുണ്ടാവുമല്ലോ, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ന്യൂ അതിഥി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.